അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ലാമാഡൂക്ക് ട്രക്കിങ്ങിലാട്ടോ. മണാലിയിലുള്ള ഒരു ട്രക്കിംഗ് ആണ്. അത് ഞങ്ങളൊരു 3-4 പേര് ഞങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രക്കിങ്ങാണ്. മാക്കൊക്കെ കൂട്ടിയാണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടത് നമ്മൾ താഴേന്ന് ഈ സ്ഥലം വരെ വന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് പാരഡൈസ് എന്നാട്ടോ. ഇവിടെ മൊത്തം രാവിലെ ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞു. നമ്മുടെ ടെൻറ്റൊക്കെ ഇരിക്കുന്നു. ഞങ്ങൾ 2 ടെൻറ്റൊക്കെ അടിച്ചിട്ട് ഇന്നലെ ഞങ്ങൾ ഇവിടെയാണ് കിടന്നത്. ഇന്നത്തെ കാലാവസ്ഥ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസങ്ങളിൽ മൊത്തം വെയിലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ മൊത്തം ക്ലൗഡിയായി. എന്തായാലും മഴ പെയ്യാണ്ടിരുന്നാൽ മതി എന്ന് വിചാരിക്കുന്നു. മൊത്തം ഇവിടെ കുറേ കിളികളുടെയൊക്കെ ശബ്ദം കേട്ടോ. എന്തായാലും വലിയ തണുപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇന്നലെ നമ്മൾ ഏകദേശം 2-2.5 മണിക്കൂർ കൊണ്ടാണ് നടന്ന് ഇവിടം വരെ എത്തിയത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ഉറക്കം? തണുപ്പുണ്ടായിരുന്നോ? തണുപ്പില്ലായിരുന്നു കാര്യമായിട്ട്. ഞാൻ പോലും മാറ്റ് പോലും വിരിച്ചില്ല, അത്ര തണുപ്പില്ലല്ലോ എന്ന് വെച്ച്. ബ്രോ എപ്പിടിയിരുന്നു ഇന്നലെ? എല്ലാം സെറ്റ് താനേ? ഇന്നേക്ക് അതിലും വലിയ ട്രക്കിങ്. ഇന്നേക്ക് നമ്മൾ സ്നോയിലെത്താൻ സ്റ്റേ പണ്ണ പോറേ. സെറ്റാണ്. സ്നോ എല്ലാം നമ്മളെടുത്ത് മാറ്റി അതിൽ നിന്ന് സ്റ്റേ ചെയ്യും. ഇത് നമ്മുടെ 2 ലാലേട്ടൻ ടെൻറ്റ് ഇവിടെ ഉണ്ട്. ഇത് ഇവിടുന്ന് പാക്ക് ചെയ്ത് അവിടെ ഇതേപോലെ കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ എടുത്ത് തല വെച്ചോ നീ. നമ്മൾ ഡ്രോണൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സ്ഥലത്തെ കുറച്ച് ഡ്രോൺ വിഷ്വലൊക്കെ നമുക്ക് എടുക്കാം, അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് ഏകദേശം 2.9 ഏകദേശം 3 കിലോമീറ്റർ ഇന്ന് നമുക്ക് നടക്കാറുണ്ട്. ഇന്ന് നമ്മൾ നല്ല മല കയറുകയാണ്. ഈ മല കയറിയിട്ട് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ മലയും കൂടെ അതുകൂടെ കയറണം തോന്നുന്നു. അതിൻ്റെ മുകളിലാണ് ലാമാഡൂക്ക് എന്ന് പറഞ്ഞാൽ. എടാ മറ്റേ ലേക്കിൻ്റെ വരുന്നു റാണി സുയി. ഓ, റാണി ഒരു പെണ്ണിന്റെ പേരായോണ്ട് ഓർത്ത് വെച്ചേക്ക, അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കുന്നയാ. റാണി സൂയി. ശരിക്കും ട്രക്കിന്റെ പേരെന്ന് പറഞ്ഞാൽ റാണി സൂയി എന്നാണ്. റാണി സൂയി എന്ന് പറഞ്ഞൊരു ലേക്ക് ഉണ്ട് ഈ മലേൻ്റെ ഒക്കെ അങ്ങ് മുകളിൽ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റി, നമ്മൾ അങ്ങ് വരെ എത്തും. പക്ഷെ അങ്ങ് വരെ പോകാൻ പറ്റത്തില്ല. ഫസ്റ്റത്തെ ഒരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞതാണ് പാരഡൈസ്. ഇവിടെ വരെ വരാൻ ശരിക്കും ഒരു 1 മണിക്കൂർ മതി. ഇതിൻ്റെ മുകളിലുള്ള സ്ഥലം ലാമാഡൂക്കിൽ പോയിട്ട് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യും. എന്നിട്ട് അതിൻ്റെ അപ്പുറമുള്ള റാണി സൂയി ലേക്കിലേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ സ്നോ ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമ്മൾ പോകത്തുള്ളൂ. ഒരുപാട് റിസ്ക് ഒന്നും നമ്മൾ എടുക്കത്തില്ല. സ്നോ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വരെ പോയിട്ട് തിരിച്ചു പോരും. സ്നോ ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും മേലേക്ക് പോകും. ഒരാഴ്ച മുന്നേ വീണ സ്നോയാണ്. ഏതാണ്ടൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ഇത് നൈസൊരു സ്ഥലമാണ്. വേറെ ആരുമില്ല, നമ്മൾ മാത്രം ഇവിടെ ടെൻറ്റൊക്കെ അടിച്ച് നിന്ന് ഉഷാറായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടുത്തെ കുറച്ച് ഡ്രോൺ വിഷ്വൽ കാണുക. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. അങ്ങോട്ടൊക്കെ നോക്കി അവിടെയും ആ ഭാഗത്തൊക്കെ ഫുള്ള് മഞ്ഞുമലോട്ട് എല്ലാം മൂടി കിടക്കുകയാണ്. എന്നാ ബ്രോ കുളിരുതാ? ഇവിടെ ചെക്കൻ തീയൊക്കെ ഇട്ടിരിക്കുക കേട്ടോ. ഇവിടെ ഇങ്ങനെ ഓരോ മരങ്ങളുണ്ട്. ഇതുണ്ടോ, മരം പണ്ട് വെട്ടിക്കൊണ്ട് പോകാൻ തോന്നുന്നു. ഇതിൻ്റെ നമുക്ക് കയ്യിൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ മഴ കൊണ്ടുവന്നിട്ട് ഇതേത് ആൾക്കാർ ഇതേന്നൊക്കെയാണ് വെട്ടിയെടുക്കുന്നത്. വിറക് ഇതേന്ന് വെട്ടിയെടുത്തിട്ട് നമുക്ക് തീ കത്തിക്കാം. ഞങ്ങൾ വെള്ളം ആ മലേൻ്റെ ആ ഭാഗത്ത് എവിടേക്കോ വെള്ളത്തിൻ്റെ ചെറിയ സോഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് നമുക്ക് ആർക്കും അറിയത്തില്ല. താഴെയുള്ളവരെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇതിലേ നടന്നു പോകണം. അപ്പോൾ അതിലും നല്ലത് നമുക്ക് മേലേക്ക് പോകാം. ഇന്നൊരു 3-4-5 മണിക്കൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടും. ഇന്ന് വെയിലില്ലാത്തതുകൊണ്ട് അധികം ക്ഷീണിക്കത്തുണ്ടാവില്ല. വെള്ളം കയറിയാൽ മതി. കുറച്ച് വെള്ളം ഇല്ലേ അത്യാവശ്യത്തിന്. അത് നമ്മൾ ടെൻറ്റ് പാക്ക് ചെയ്യുന്ന പരിപാടി കേട്ടോ. ഒരു 10 മണിക്കേലും ഇവിടുന്ന് പോകണം, എന്നാലേ നമ്മൾ എത്തും. ഇതേ സാധനങ്ങളെല്ലാം പുറത്തെടുത്തിട്ടുണ്ട്. ഈ ടെൻറ്റിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇതാണ്ടല്ലേ, ഇത് 3 പേഴ്സൺ ടെൻറ്റിൻ്റെ കമ്പിയായിരുന്നു. അതായിരുന്നു പറ്റിപ്പോയത്. ടെൻറ്റ് 2 പേഴ്സണും. അതുകൊണ്ടാണ് ടെൻറ്റ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് പാക്ക് ചെയ്യട്ടെ. എല്ലാം പാക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ടെൻറ്റ് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത്, ഞങ്ങളുടെ വെള്ളമൊന്നുമില്ല. അതുപോലെ കുറച്ച് ബിസ്ക്കറ്റും ബ്രെഡൊക്കെ പാക്ക് ചെയ്യണം. ഞങ്ങൾ ബ്രെഡെല്ലാം സേവ് ചെയ്യണം. ഇപ്പോൾ ബ്രെഡ് കഴിക്കുന്നില്ല. പകരം സ്നിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. എടുക്കുക. മാക്ക് പിന്നെ രാവിലെ വെളുപ്പിനെ ബിസ്ക്കറ്റ് എന്തോ തിന്നുകൊണ്ട് മാക്കിനൊന്നും വേണ്ട, പകൽ നോമ്പ്. അവനൊന്നും കൊടുക്കുക. ഇപ്പം തന്നെ ഉണ്ട് കയ്യിൽ. കഴിഞ്ഞോ സ്നിക്കേഴ്സ് ഓരോന്ന്? ഓ, ഇത് ഇപ്പോഴും ഉണ്ടല്ലേ?
കാശ്മീരിൽ നിന്ന് വാങ്ങിച്ച ഇത് കൊടുത്തില്ല ഇതുവരെ. ആൾക്കാര് നമ്മളെങ്ങനെ പറ്റിച്ചിട്ടുണ്ടല്ലോ, നിനക്ക് കൊടുക്കാൻ അവസരം കിട്ടാണ്ടല്ലേ. ഞങ്ങളേ വരുന്ന വഴിക്ക് കഴിച്ച കടയിൽ നിന്ന് ബ്രെഡ് കൂട്ടി എൻ്റെ അടുത്തുണ്ട് ബ്രെഡ് കൂട്ടി കഴിക്കാൻ അച്ചാറൊക്കെ. അച്ചാറല്ലത് ഒരു ചമ്മന്തിയാണ്, നല്ല എരിവുള്ള ചമ്മന്തി. അതൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. അപ്പം നമ്മൾ ഇവിടെ രാവിലെ തീ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലെ ഒരു ലോക്കൽ ആൾ മേലേക്ക് കയറി പോയിട്ടുണ്ട്. മൂപ്പര് പറഞ്ഞു തീയെല്ലാം കെടുത്തണം, കെടുത്തിയിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള വെള്ളം ഒഴിച്ച് കെടുത്തി കഴിഞ്ഞാൽ സീന. അപ്പോൾ ഇന്നലെ അത് കാണിച്ചു പോയി. ഇവിടുത്തെ വെള്ളം വറ്റിയടാ, കുറേ വറ്റി. അപ്പോൾ ഇവിടെ കിടന്ന ഒരു കുപ്പി കേട്ടോ, ഇത് നമ്മുടെ കുപ്പിയൊന്നുമല്ല. ഇവിടെ കിടന്നൊരു കുപ്പി എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഈ വെള്ളം, ഈ കുപ്പീൻ്റെ ഉടമസ്ഥനാരാ? മാക്കാണ്. കെടുത്തിയോ? അങ്ങനെ അതേ തീയൊക്കെ കെടുത്തിയിട്ടുണ്ട്, എല്ലാം സെറ്റാക്കി. നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലം ഇതാട്ടോ. അതേ എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ നമ്മളും നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ ട്രക്കിങ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്താകുന്നൊന്നും അറിയില്ല. ഇന്ന് കുറച്ച് ഹെവി ആയിരിക്കും, കാരണം കൂടുതൽ 1-2 മല നല്ലപോലെ കയറ്റമുണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇതാണ് ഇത് താഴേന്ന് കയറി വരുന്ന വഴി കേട്ടോ. ഈ വഴീൻ്റെ ഈ സൈഡായിട്ടായിരുന്നു ഈ നിരപ്പായ സ്ഥലം. നമുക്ക് ടെൻറ്റുകൾ കടിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഒരുപാട് സ്ഥലമുണ്ട്. ഒത്തിരി പേര് വന്നാലും നമുക്ക് സ്റ്റേ ചെയ്യാം. അതുപോലത്തെ മേലേക്ക് കയറുന്ന വഴി കാണാം, കണ്ടില്ലേ? നല്ല കയറ്റം വരാൻ പോവാണ്. പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നും ഇനിയില്ല. നമ്മുടെ കയ്യിൽ മറ്റേ മാപ്പുണ്ട്, മാപ്പിൽ നോക്കി പോയാൽ മതി, വലിയ പ്രശ്നമൊന്നുമില്ല. മാപ്പിൽ കറക്റ്റ് വഴിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ കാലാവസ്ഥ മാത്രം മോശമായി, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ മണാലിൽ വരുന്നവർക്ക് ഇങ്ങനെ വെറുതെ ഒരു ട്രക്കിങ്, ചെറിയൊരു ട്രക്കിങ് നടത്താൻ പറ്റിയൊരു സ്പോട്ടാണിത്, ലാമാഡൂക്കിലേക്കുള്ള ട്രക്കിങ്. ഇതിപ്പോൾ പാരഡൈസ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഈ ഒരു മരത്തിൻ്റെ വണ്ണം കണ്ടോ, അടിപൊളി. ഇതിൻ്റെ താഴെ നോക്കി കുറച്ച് സ്ഥലമുണ്ട്. ഇതൊക്കെ കണ്ടില്ല, ആൾക്കാർ തീ ഇടാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ചെത്തിയെടുക്കും. മഴ കൊണ്ട് വന്നിട്ട് മരത്തിൽ നിന്ന് ഇങ്ങനെ ചെത്തിയെടുക്കും. ഇതുണ്ടല്ലേ, എന്നിട്ട് ഇവിടെ തീയൊക്കെ ഇട്ട് എൻ്റെ ഇത് കാണാം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കരടി ഉണ്ടാവുമെന്ന്, അപ്പോൾ നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. അവിടെ കരടീൻ്റെ ഷിറ്റ് കിടപ്പുണ്ട്. നോർത്ത് 24 കാതത്തിലല്ലേ അങ്ങനെയുള്ളത്. കരടിനെ തീട്ടെടുത്ത് കുറച്ച് പോക്കറ്റ് വെച്ചാൽ തരാ. കരടി വന്നാൽ മണത്തോക്കിയിട്ട് പോവും, അവരുടെ ആളാന്ന് വിചാരിച്ചിട്ട്. 50 മീറ്റർ പോലും വന്നില്ല, അപ്പോഴത്തേക്ക് ക്ഷീണിച്ചുല്ലേ. നല്ല കയറ്റമുണ്ട്. രാവിലെ തന്നെ ഇതുപോലെ കയറ്റം വരുമ്പോഴാണ് പ്രശ്നം. രാവിലെ ട്രക്കിങ് തുടങ്ങുമ്പോൾ 1 കിലോമീറ്ററൊക്കെ നിരപ്പായ സ്ഥലത്തൂടെയൊക്കെ പോയിട്ട് കയറ്റം വരുവാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലമാണ് ആ താഴെ കാണുന്നത്. അവിടുന്ന് ഇപ്പോൾ ഈ മലയും കൊണ്ടൊരു പകുതി കയറി ഇനിയും കിടക്കുക. ഇതിപ്പോൾ പല വഴിയുണ്ട്, അവിടുന്ന് ഇങ്ങനെ അതിലേ പോവാം, ഇതിലേയും കയറി വരാം. നമ്മളിപ്പോൾ ഇങ്ങനെ കുത്തനെ ഇങ്ങോട്ട് കയറി വന്നു. അങ്ങനെ നമ്മൾ നിന്ന സ്ഥലത്തു നിന്നുള്ള ഒരു മല കൂടെ ഇങ്ങോട്ട് കയറി കേട്ടോ. ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ അതിര് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ സൈഡ് ഫോറസ്റ്റ് അല്ലാന്ന് തോന്നുന്നു. നമ്മളോട് കയറിയപ്പോൾ ഇവിടെ ഒരു ചെറിയ റെയിൻ ഷെൽട്ടർ ഉണ്ട് കേട്ടോ. ഇവിടെ സീസൺ ടൈമിലൊക്കെ അത്യാവശ്യം നല്ലപോലെ ട്രക്കിംഗ് ഒക്കെ നടത്തുന്ന സ്ഥലമാണ്. നമുക്ക് വേണം ഇവിടെ വന്ന് ക്യാമ്പൊക്കെ ചെയ്യാമായിരുന്നു. മഴ പെയ്താൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് സ്നോ ഉള്ള ടൈമിൽ വന്നാൽ ഒന്നും കാണാൻ കിട്ടത്തില്ല. ഇവിടുത്തെ ഒരു 3-4 മ്യൂളുകളൊക്കെ നിൽപ്പുണ്ട്, മേഞ്ഞ് കിടപ്പുണ്ട്. നല്ലപോലെ കുഴങ്ങി കിട്ടും, നല്ല കയറ്റമായിരുന്നു. ഇന്ന് നമുക്ക് കിടക്കുന്നുണ്ടോ. ഇനി ആ മലേൻ്റെയൊക്കെ ടോപ്പിലാണ് എത്തണ്ടേ. കറക്റ്റ് ഞങ്ങൾ 4 പേരും 4 മ്യൂളും ഉണ്ട്. കയറി പോയാൽ മതി. ബിസ്ക്കറ്റ് കൊടുത്താൽ മതി, ആ പട്ടിക്ക് കൊടുക്കാൻ വെച്ച ബിസ്ക്കറ്റ് അതിന് കൊടുത്താൽ മതി. എങ്ങനെയുണ്ട് ട്രക്കിങ്? നടക്ക്. ഇപ്പം കയറണ്ടാന്ന് തോന്നുന്നുണ്ടല്ലേ ചെറുതായിട്ട്. പിന്നെന്താ ഇവിടെ ടെൻ്റ് അടിക്കാന്ന് പറഞ്ഞേ. നമ്മളിപ്പോൾ മറ്റേ മാപ്സ് മീൽ നോക്കിയപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 500 കിലോമീറ്റർ കയറി കേട്ടോ. ഇനി നമുക്കുള്ളത് 500 മീറ്റർ കയറി കേട്ടോ. ഇനി നമുക്കുള്ളത് 2.4 കിലോമീറ്ററാണ്. ആ കാണുന്ന ടോപ്പിലെത്തണം. എന്തായാലും ഇതും ഒരു സ്പോട്ടാണ്, നല്ലൊരു സ്പോട്ട്. ഇവിടെ എന്തെങ്കിലും ഒരു പാറയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇരുന്നിരുന്ന് മെല്ലെ ആയിട്ട് കയറുന്നത്. കുറച്ച് ദൂരം കയറിയപ്പോൾ അവന്മാർ താഴെ ഉണ്ട്, അവിടെ വെള്ളം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോകും. ഇവിടെ കണ്ടോ, ഈ മരത്തെ കണ്ടോ, ഒരു മുള്ളമ്പന്നിൻ്റെ മുള്ളു കുത്തി വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. മേലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും കുപ്പി എടുത്ത് പോവാം, വെള്ളം ഉണ്ടെങ്കിൽ നിറയ്ക്കാമല്ലോ. ആരുടെ കയ്യിൽ വെള്ളമല്ല, വെള്ളമാണ് സീന്. താഴെ നിന്ന് ചുമന്നുകൊണ്ട് വരാനാണേലും വെയിറ്റും കൂടും. വരുന്നു. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ താഴേന്ന് കയറി വന്ന വഴി കേട്ടോ. അത് ഇതിൻ്റെ മുകളിൽ, മലേൻ്റെ മുകളിൽ നിന്നങ്ങാണ്ട് താഴേക്ക് കൊണ്ടുവരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു. നല്ല വെള്ളമാണോ നോക്കട്ടെ. എവിടെ ആരാ നീയാ? നല്ലതായിരിക്കും. ആ വൈപ്പിന് വരുന്നത് ഇത് മലേൻ്റെ മുകളിൽ നിന്ന് കൊണ്ടുവരില്ലേ. അപ്പോൾ ഇതിൽ നിന്ന് പിടിക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചോ. അപ്പോൾ ഇത് അങ്ങനെ നമുക്ക് വെള്ളം കിട്ടിയിരിക്കുന്നു. അവർക്ക് ആർക്കും അറിയാത്തതെന്ന് തോന്നുന്നു.
അവരാരും മാക്ക് അതൊക്കെ കണ്ടുപിടിക്കും. അപ്പോൾ അതേ ടാങ്കിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിറയ്ക്കുന്നുണ്ട്. കുറച്ചൊന്ന് കുടിച്ചു നോക്കി, എന്നിട്ട് നഖത്തിൻ്റെ കളറ് മാറുന്നുണ്ടോ നോക്കിയിട്ട് നിറയ്ക്കാം. കിടിലോ. അപ്പോൾ ഞങ്ങളിതാ ഈ വെള്ളം കണ്ട സ്ഥലത്ത് ഇവിടെ നിന്നിട്ട് ബ്രെഡ് രാവിലെ ആകപ്പാടെ ഒരു സ്നിക്കേഴ്സ് മാത്രമേ കഴിച്ചത്. അപ്പോൾ ബ്രെഡും ജാമും അതുപോലെ ഇന്നലെ കടയിൽ നിന്ന് എടുത്ത ആ ഒരു അച്ചാർ ഒരു ഇതുണ്ട്, ചമ്മന്തി ഉണ്ട്, അതുപോലെ ചോക്ലേറ്റ് ഉണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുക കേട്ടോ. ബ്രെഡ് മാക്കിനുള്ളത് വൈകുന്നേരത്തേക്ക് വെച്ചോക്കെ കിട്ടോ. വേറെ ബ്രെഡുണ്ട്, 2 പാക്കറ്റ് ബ്രെഡുണ്ട്. മാക്കിന് നോമ്പ് തുറക്കാൻ എന്തെല്ലാം സാധനമാണ്. അപ്പോൾ അത് ഈ നിലവറയിലായിരുന്നു നമുക്ക് വെള്ളം കിട്ടിയത്. ഇവിടുന്ന് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അടച്ചോ നിലവറ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചു. അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് ചാറിയായിരുന്നു. മിക്കവാറും മഴ പെയ്യും രാവിലെ തന്നെ. ഇപ്പോൾ 10 വരെ ആയിട്ടുള്ള സമയം, 10:45 ആയപ്പോൾ തന്നെ ഈ കാലാവസ്ഥ. അപ്പോൾ എന്തായാലും ഉച്ച കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും മഴ ചാറാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഗൂഗിളിനെ കുറേ കുറ്റം പറഞ്ഞായിരുന്നു. മഴ കാണിച്ചിട്ട് മഴയില്ലയെന്നും പറഞ്ഞിട്ട്. മഴ കൂടി കേട്ടോ. മിക്കവാറും നല്ല രീതിയിൽ മഴ പെയ്യും. പിന്നെ ഇവിടെ ഒന്നും ഈ സമയത്ത് വലിയ പെരുമഴയൊന്നും ഉണ്ടാവത്തില്ല, ഒരു നോർമൽ മഴ ഉണ്ടാവുള്ളൂ. നമ്മൾ നനയും എന്നേ ഉള്ളൂ. മഴ കൂടി കേട്ടോ. എവിടെയെങ്കിലും മരത്തിനടിയിൽ വല്ലതും പോയിരിക്കാം കുറച്ച് നേരം. മഴ തൂരോ നോക്കട്ടെ. സംഭവം എന്തായാലും അടിപൊളി ഒരു ട്രെക്കിങ് ആട്ടോ. വലിയ ജഗപൊക്കെ ഒന്നുമില്ല, ഭയങ്കര സ്മൂത്തായിട്ടാണ് ഞങ്ങളിപ്പോൾ കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മളതിനെ കട്ട് ചെയ്ത് നമ്മളതിനെ പ്ലാൻ ചെയ്ത് അങ്ങനെ പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതേ പുറത്ത് മഴ പെയ്യുന്നുണ്ട്. നമ്മളിവിടെ അതേ ഫുള്ളും മരങ്ങളാണ്. മരത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇവിടെ ഇരിക്കുക കേട്ടോ. എൻ്റെ അടുത്ത് റെയിൻകോട്ടൊക്കെ ഉണ്ട്, അന്നത്തെ ഹർക്കിതുണ്ട് റെയിൻകോട്ട്, അത് കയ്യിലുണ്ട്. എൻ്റെതും ഉണ്ട്, എൻ്റെ പൊട്ടിച്ചിട്ട് പോലുമില്ല. ഓ മഴ കൂടി. ഇന്നലെ എന്തൊക്കെയായിരുന്നു നീ ഗൂഗിളിനെ പറ്റി പറഞ്ഞേ? മതിയായില്ലേ? കുറ്റം പറഞ്ഞു കഴിയുമ്പോൾ സീനാണ്. അതുവരെ ഒരു കുഴപ്പമില്ല. ഇത്രയും ദിവസം ഒരു മഴയില്ലായിരുന്നു. മേലേക്കോ? ഇന്ന് മൊത്തം ക്ലൈമറ്റ് ഇങ്ങനെയാടാ. ഇന്ന് ഫുള്ള് മഴയായി. ഇത് ഇന്നലെ കുറ്റം പറഞ്ഞതാ സീനായ. എന്നാൽ കുറച്ച് സ്നോഫാളിനെ പറ്റിയിട്ട് പറയാം. എന്നാൽ കുറച്ച് സ്നോഫാളോട് കിട്ടിയാനെ. കിട്ടണം. സ്നോഫാൾ ഉണ്ടായാലേ രസമുള്ളൂ. അപ്പോൾ അതെ മഴയൊന്ന് തുറന്നിട്ടുണ്ട്. നമ്മളൊരു 10-15 മിനിറ്റ് അവിടെ ഇരുന്നു. അവർ പോകുന്നുണ്ട്. മഴ പെയ്താൽ നമ്മളിങ്ങനെ എവിടെയെങ്കിലും സ്റ്റക്കാവും, ഇരിക്കേണ്ടി വരും. എന്നാലും കയറാം. നമ്മളെന്തായാലും ടോപ്പിലെത്തും. വഴി കിട്ടിയോ? ഇങ്ങോട്ട് അയ്യമലയാണ്. അങ്ങനെ അതായത് നമ്മൾ ഒരു മല അവിടെ കയറിയിട്ട് ഒരു മല കയറിയപ്പോൾ നമ്മളൊരു സ്ഥലത്തെത്തി. ഇത് അവിടെയൊക്കെ നല്ല സ്പോട്ടുകളാണ്, പക്ഷെ അത് മൊത്തം കാടാ. അപ്പോൾ നമുക്ക് ഇനിയുണ്ട്. ഇതേ അടുത്ത മല നല്ല കയറ്റം വരികയാണ്. അടുത്തേയും കയറണം. വീണില്ല, അവൻ പുതിയ വഴി കണ്ടുപിടിക്കാൻ പോയതാ. ഇവിടെ പൂക്കൾ കണ്ടോ നിങ്ങൾ? ഈ വെള്ള പൂക്കൾ കണ്ടില്ലേ? അവിടെ ആ വാലി ഫുള്ളുണ്ട് പൂക്കൾ. അവർ പറഞ്ഞായിരുന്നു ഇവിടെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ പൂക്കൾ കാണാൻ പറ്റുമെന്ന്. മൊത്തം ഫ്ലവേഴ്സ് ആട്ടോ. ഇവിടെ മൊത്തം വെള്ള പൂക്കളാണ്. ദേ ഈ കാണുന്ന പൂ. എങ്ങനെയുണ്ട് ഇപ്പോൾ? കേദാർകന്ദ ഏകദേശം ഇതുപോലല്ലേ? നമ്മൾ ഉത്തരാഖണ്ഡിൽ കേദാർകന്ദ കയറിയിട്ടുണ്ട്. കേദാർകന്ദ കയറിയവർക്കൊക്കെ അറിയാം അതേപോലെയാണ്. ദൂരം കുറവാണ്, 4 കിലോമീറ്റർ കണ്ടൊക്കെ ഉള്ളൂ മൊത്തം. പക്ഷേ കുത്തനെയുള്ള കയറ്റം, മൊത്തം മലതേ ഫുള്ള് കയറ്റം ആട്ടോ. ശരിക്കും കേദാർകന്ദ ഇവിടെ മൊത്തം സ്നോ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെ. മാക്ക് തിരിച്ചിറങ്ങുമ്പോൾ ഉരസാനൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇവിടെ ഉരസിയാലേ ഏതായാലും മരത്തെ പോയി പതിഞ്ഞിരിക്കും, അതേ ഉള്ള സീന്. ഇവിടെ ശരിക്കും ഡിസംബർ ജനുവരി ടൈമിലൊക്കെ ആണെങ്കിൽ പക്ക കേദാർകന്ദയാണ്.
സൺറൈസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൂ. മുകളിൽ ചെല്ലുമ്പോൾ അറിയാം എന്താ അവിടെ വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടെന്ന് മാപ്പിലുണ്ട്. ഞങ്ങളിപ്പോൾ ഓരോ 100 മീറ്റർ മാക്സിമം അതിൻ്റെ ഉള്ളിൽ നമ്മൾ എവിടെയൊക്കെ ഇരുന്നിരുന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാപ്സ് മീ എന്ന് പറയുന്ന ആപ്പ്. ഇതിനകത്ത് നമുക്ക് പ്രോപ്പറായിട്ട് വഴി കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വഴിക്ക് അടുത്ത് തന്നെയാണ്. ഈ കാണുന്നതാണ് വഴി, ഈ ലൈൻ കാണുന്നത്. ദേ ഇവിടെ കാണാം ലാമാഡൂക്ക്. ദേ ഇവിടാണ് നമുക്ക് എത്തേണ്ടത്. ഇവിടെ അടിച്ചു കൊടുത്താൽ നമുക്ക് റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇനിയും 2 കിലോമീറ്ററാണ് ഇത് കാണിക്കുന്നത്. 1.8 കിലോമീറ്റർ 340 മീറ്റർ ഹൈറ്റിലേക്ക് ഇനിയും നമ്മൾ കയറണം. അതായത് ഇന്നലെ നമ്മൾ ട്രെക്ക് ചെയ്തില്ലേ, അത്ര ഹൈറ്റിലേക്ക് ഇനിയും കയറാനുണ്ട്. പാറയല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഉണ്ടല്ലേ. ആ മലേൻ്റെ ടോപ്പിൽ ആ ഭാഗത്ത് കുറച്ച് ഭാഗം പാറയുണ്ട് കേട്ടോ. അവിടെ ഒരു വ്യൂ പോയിൻ്റാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെയാണ് എത്തേണ്ടത്. ഈ മല ഇങ്ങനെ കയറി പിന്നെ അപ്പുറത്തെ മലയോടെ കയറി അതിൻ്റെ ടോപ്പിൽ എവിടെയോ എത്തണം. സ്നോ ഉണ്ട് കേട്ടോ, കുറച്ച് എന്തായാലും സ്നോ കിട്ടും. മഴ പിന്നെയും തുടങ്ങുകയാണോ? അങ്ങോട്ടാ കയറ്റോ? ഇതിലേ പോയിട്ട് എത്താൻ വല്ല വഴിയുണ്ടോ? നമ്മൾ ഇന്നലെ ലയൺ കിങ് റോക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി പാറ, ഒരു അടിപൊളി വ്യൂ പോയിൻ്റ്. ഇതുണ്ടോ? നേരെ നോക്കിയാൽ അവിടെ മൊത്തം മഞ്ഞ് മൂടിയ മലകളാട്ടോ. അടിപൊളി. ഇവിടെ പിന്നെ അത്ര പേടിയില്ല. പുളി താഴെ കാണുന്നത് മണാലി ടൗൺ ആട്ടോ. അങ്ങനത്തെ നമ്മൾ വലിയൊരു പാറക്കെട്ടിൻ്റെ ചുവട്ടിലെത്തിയിട്ടു. അതെ നമുക്ക് പോകേണ്ട സ്ഥലമൊക്കെ ആ ഭാഗത്താണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ പാറക്കെട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് അങ്ങനെ ക്രോസ് ചെയ്ത് പോകണം. നല്ലപോലെ കുഴങ്ങി കിട്ടോ. അപ്പുറത്ത് ഓരോ മലകളൊക്കെ കാണാം. അതിൻ്റെ മുകളിലൊക്കെ നല്ല നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ട്. മുകളിലൊക്കെ നിരപ്പായിട്ടുള്ള നല്ല വ്യൂ പോയിൻ്റ് ആയിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ആ മലേൻ്റെ മുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗം ഫുള്ള് സ്നോ ഉള്ള മലകളായിരിക്കും. താഴെ മണാലിയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. അവിടെയൊക്കെ നല്ല വെയിലാണ്. ഇങ്ങോട്ട് മാത്രമേ കാലാവസ്ഥ മാറ്റമുള്ളൂ. ഇത് നമ്മൾ കയറുന്ന വഴിക്ക് കാണാം കേട്ടോ. പൈപ്പ് താഴേക്ക് പോകുന്ന മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് കൊണ്ടുവന്നുണ്ട്. നമ്മൾ ബ്രെഡ് കഴിച്ച സ്ഥലത്ത് കണ്ടതാണ്. അങ്ങോട്ട് കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവന്ന പൈപ്പാട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മൊത്തം പൂക്കളാണ്. ഇതുണ്ടോ നമ്മളിപ്പോൾ കയറി വന്നതിൻ്റെ വഴീൻ്റെ 2 സൈഡ് നോക്കിയേ. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴക്കാലമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നുകൂടെ ഉണ്ടാവും. പല കളറുള്ള പല തരത്തിലുള്ള പൂക്കൾ കാണാം കേട്ടോ. അതുപോലെ നമ്മുടെ ഈ ട്രക്കിലെ ആദ്യത്തെ സ്നോ ആ മലേൻ്റെ മുകളിലൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ സ്നോ ഉള്ള ഏരിയയിലേക്ക് എത്തുക കേട്ടോ. മഞ്ഞൊരുകയായിരിക്കും. ഇവിടെയൊക്കെ വാട്ടർ ചെറിയ ചെറിയ സ്ട്രീമുകളുണ്ട് കേട്ടോ. ഇനി മുന്നോട്ടുള്ള കാഴ്ച അടിപൊളിയാണ്. അതുപോലെ നമുക്ക് മഞ്ഞൊക്കെ ഇത് കണ്ടു തുടങ്ങി. അങ്ങ് ആ മല ഉണ്ടോ? ആ മല നോക്കി ഫുള്ള് സ്നോ. അതിൻ്റെ ടോപ്പിൽ കയറിയിട്ട് സ്ലൈഡ് ചെയ്ത് ഇറങ്ങണം. അതിൻ്റെ ടോപ്പോ? അതിൻ്റെ ടോപ്പിലായിരിക്കും മറ്റേ ലേക്ക് ചിലപ്പോൾ. ഫ്രണ്ടിലോട്ടേ അടിപൊളി ഒരു വാലിയിൽ എത്തിയിട്ട് നമ്മൾ ഇതുണ്ടല്ലേ ഈ പൂക്കൾ. ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ. 2 സൈഡും അടിപൊളിയായിട്ട് പൂക്കളാട്ടോ. അതുപോലെ ഈ മലേൻ്റെ മുകളിൽ സ്നോ ഉണ്ട്. അവിടെയൊക്കെ നല്ല സ്നോ ഉള്ള മൗണ്ടൻസാണ്. കിടില. ഇത്രയും കയറുമ്പോഴാണ് നമുക്കിതൊക്കെ കിട്ടി. ഇത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ട്. അടിപൊളി. ഇനി നമ്മൾ പെട്ടെന്ന് എത്തുമായിരിക്കും. എനിക്ക് തോന്നുന്നത് ആ മലയുണ്ടല്ലോ ആ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും. അതിൻ്റെ ടോപ്പിലൊന്നും ആവില്ല. അതൊന്നും 1 കിലോമീറ്റർ ഒന്നും അല്ല. പക്ഷെ അതൊരു കേദാർക്കന്തൻ്റെ ലുക്ക് ഉണ്ടല്ലേ. അതിൻ്റെ ടോപ്പിൽ കേട്ടോ. ആ മലേൻ്റെ ടോപ്പിൽ വേണമെങ്കിൽ കയറി സബ്മിറ്റ് ചെയ്യാൻ പറ്റും. വഴി ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ഒന്ന് കേരളം കിടക്കൂല. നമ്മളെ കൊണ്ടൊന്നും ഒറ്റയ്ക്ക് കിടക്കൂല. കേദാർക്കന്തയാണോ ഇതാണോ ഹെവി ആയിട്ട്? ഇപ്പം അങ്ങനെ ആക്കി. നീയല്ലേ പറഞ്ഞ കേദാർക്കന്തൻ്റെ ചേട്ടനാണ്. ഇടയ്ക്ക് മാറ്റിയത് നീയല്ലേ? എവിടെ ടെൻ്റ് അടിക്കാൻ സ്പോട്ടുണ്ട്. ഇവിടെ വെള്ളമൊക്കെ കിട്ടുമല്ലോ, സൗകര്യമുണ്ട്. അവിടെ അതിലൊരു അരുവി, കുറച്ചുകൂടെ വലിയൊരു അരുവി വരും. ഇതിൻ്റെ മുകളിൽ നല്ല മഞ്ഞൊരുക്കി വരുന്നത് തന്നെ ആയിരിക്കും. എന്തായാലും കിടിലൻ സ്പോട്ടാട്ടോ. അതാടാ എവിടുന്നാ? ഇത് ഇവിടെ ഒരു തോടുണ്ട്, ചെറിയൊരു അടിയിലേക്ക് പോകുന്നുണ്ട്. കിടിലൻ സ്ഥലം. ഈ വെള്ളമാണ് താഴേക്ക് ഇങ്ങനെ പോകുന്നത്. അവിടെ ഇങ്ങനെ താഴെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. ഇപ്പോൾ അതേ വഴി കണ്ടില്ലേ, ഫുള്ള് പാറക്കെട്ടുകളാട്ടോ. ഇതിനിടയ്ക്കൊക്കെ ഗുഹകളാണ്. മൊത്തം കരടി, സ്നോ ലെപ്പേഡ്, അല്ലാത്ത ലെപ്പേഡ്, മറ്റേ ലെപ്പേഡ്, എല്ലാ ലെപ്പേഡൊക്കെ ഉണ്ടാവും ഇവിടെ. സീനാണ്. കരടി വന്നാൽ നീ നോക്കൂലേ? കുങ്ഫൂല് മറ്റേ ഐറ്റം ഇല്ലേ, അത് ഇറക്കിയാൽ മതി. പുലിനെ അവൻ കണ്ണുകൊണ്ട് നിർത്തും.
പിന്നൊന്നുമില്ല, അത് രണ്ടേ ഉള്ളൂ. വല്ല മുള്ളമ്പന്നിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ വല്ലതും വന്നാൽ ഞാൻ നോക്കിക്കോളാം. എൻ്റെ കയ്യിൽ സ്റ്റിക്ക് കരടി വന്നാൽ കാണാം, ഞങ്ങൾ ഓടും, അത് വേറെ കാര്യം. അത് നിന്നെ കിട്ടിയാൽ പിന്നെ ഞങ്ങളെ വേണ്ടല്ലോ. മരോ കരടി കയറൂലേ? മരം കയറും, ഇല്ലെങ്കിൽ നീ ഇറങ്ങുന്ന വരെ ചോട്ടിലിരുന്നോളൂ. സംഭവം ഇവിടുത്തെ കളറൊക്കെ നോക്കി, നല്ല ചുമന്ന, പച്ച, മഞ്ഞ, ഓറഞ്ച്, ഇതേതാ കളറ്? വേറെ എവിടെ? ഇവിടെ മാത്രം കാണപ്പെടുന്ന കളറാ. എന്തായാലും സ്ഥലം എങ്ങനെയുണ്ട്? പൊളി. നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളി. ഈ ഒരു വാലിയാണ് ഇപ്പൊ കൊണ്ട് വന്ന വാലി, കിടിലാണ്. ഞാൻ കൊണ്ടുവരുന്ന ട്രക്കൊക്കെ അങ്ങനെ സംഭവം തെള്ളുന്നുണ്ടല്ലേ? സംഭവം മറ്റവര് കൊണ്ടുപോയില്ല. ഇത്രയും നേരം കേദാർക്കന്തേന്റെ അനിയനാന്ന് ആദ്യം പറഞ്ഞു, പിന്നെ ചേട്ടനാന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചപ്പോ പറഞ്ഞു കേദാർക്കന്തയെ ബുദ്ധിമുട്ടുന്നു. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, അതേപോലെ തണുപ്പും ക്രമാതീതമായി കൂടി വരുന്നുണ്ട്. നമുക്ക് അവിടെ ഷെഡിന്റെ അവിടെ എത്തിയിട്ട് നോക്കാം, ടെന്റ് അടിക്കണോ ഷെഡിന്റെ അകത്ത് കിടക്കണോ എന്നൊക്കെ. അവിടെ മുകളിലൊരു ഷെഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, ഇവിടെ പൈപ്പിന്റെ ജോയിന്റ് വിട്ടറോ, വെള്ളം ചാടി പോകുന്നുണ്ട് ഇപ്പത്തേക്ക്. ഏത് മറ്റേ ഈ ഇതില്ല, ഈ വണ്ടിന്റെ ഒക്കെ പാളം കണ്ടിട്ടില്ല, ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത്, അതേപോലെ ഇട്ട് കൊടുത്തത്. ഒരു ബന്ധമില്ലാത്ത പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. ചൂടാകുമ്പോ പൈപ്പ് തന്നെ ഒട്ടും. ഇപ്പൊ തണുപ്പായോണ്ട് വിട്ടതാ. അതൊന്നും അല്ല, മഞ്ഞ് വീഴുമ്പോ ആ വെള്ളം ഐസാവും, അന്നേരം അവർക്ക് ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം. ഫ്രീസ് കണ്ടുപിടുത്തോ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? നീ ടൈം വന്നല്ലോ അത്ര നേരം ആലോചിക്കാന്. ഓ കിടിലോട്ടോ, ഫ്രെയിമൊക്കെ അടിപൊളിയാണ്. ഈ കളറാണ്, ഈ ഒരു കളറും മരത്തൊക്കെ ഉണ്ടോ, ആ ഡ്രൈ ആയിരുന്നെങ്കിൽ ഇത്ര ഭംഗി ഉണ്ടാവില്ല. നമ്മൾ വന്ന ടൈം അടിപൊളിയാ, ഫുള്ള് നല്ല കളർഫുൾ ആയിട്ടുള്ള വാലി. അങ്ങനെ പറയത്തില്ല, ഞങ്ങൾ ഉള്ളത് കൊണ്ട് നീ വന്നു എന്ന് പറ. അല്ലെങ്കിൽ അതന്നെ പറഞ്ഞേ, ആള് വേണല്ലോ നിനക്ക്, ആള് വേണം. അതന്നെ ഞങ്ങളുള്ളതുകൊണ്ട് നീ വന്ന്. ഞങ്ങൾക്കാണ് വേണ്ട ക്രെഡിറ്റ്. അന്നെ ഇവിടെ നിനക്കെന്തു വില? ദുർഘടം പിടിച്ചു വരുന്ന കാണിച്ചേ. ദുർഘടം വരുന്ന എന്ത് വന്നാലും ആ ബിസ്ക്കറ്റ് കളയരുത് കേട്ടോ. ബിസ്ക്കറ്റും ഉണ്ട് ബ്രെഡും ഉണ്ട്, അത് കളഞ്ഞാൽ നമ്മള് പട്ടിണിയാവും. കഷ്ടപ്പെട്ട് വരിക. ബ്രോ ഓക്കെ അല്ലേ? കുറച്ച് മുന്നേ ഒക്കെ ഓക്കെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ സൗണ്ട് ഒന്നുമില്ല. ഇവിടെ കണ്ടോ ഒരു ഗുഹ? ഓ, ഈ പാറേന് അടിയിലൊക്കെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, കയറിയിരിക്കുകയൊക്കെ ചെയ്യാം. സ്നോ മഴയൊക്കെ വേണം കയറിയിരിക്കാം. ഇപ്പൊ ഒരു ലാസ്റ്റ് ഒരു 100-300 മീറ്റർ വാലി വഴി തന്നെ ആവുമ്പോ ലാസ്റ്റ് ഒരു 100-300 മീറ്റർ നല്ല സുഖമായിരുന്നു. ഇങ്ങനെ മൊത്തത്തിലൊരു വാലി ആയിരുന്നു, വലിയ കയറ്റമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് എന്താ അവസ്ഥ നോക്കി നോക്കും. അങ്ങനെ നമ്മളിത് മൊത്തം സ്നോ ഉള്ള സ്ഥലത്തെത്തി. വഴിയിലൊക്കെ ആകെ വെള്ളം തരില്ല. നമ്മളിത് പഴയ ഷൂ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഷൂ ആയിരുന്നു എൻ്റെ അടുത്തുള്ളത്. 300 രൂപ ഉള്ളൂ ആ സാധനം വാങ്ങിച്ച് ഏതായാലും സെറ്റ് ചെയ്ത്. ഇവിടെയൊക്കെ ഓരോരോ അരുവികളൊക്കെ ഒഴുകുന്നുണ്ട്. മൊത്തം ഒരാഴ്ച മുന്നേ വീണ സ്നോ കേട്ടോ, ആകെ ചെളി ഇതൊക്കെ ആയിട്ട്. ഇവിടെ വെള്ളം വേണമെങ്കിൽ ഇത് ഇവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. നമുക്കിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു പിടിയില്ല. ഇതിൻ്റെ മേലേക്ക് കയറി നോക്കാം. ഇവിടുത്തെ എന്തൊക്കെയോ ഒരു മതിൽ പോലെ കെട്ടി വെച്ചിട്ടുണ്ട്, ഫോറസ്റ്റിൻ്റെ ആയിരിക്കും ഇതൊക്കെ. യെസ്, ഇവിടെ ഒരു കുളമുണ്ട് ഗൈസ്. നമ്മളിതാ ഒരു ലേക്കിലെത്തി, റാണി സൂയിലെത്തി. ലേക്ക് ഇവിടെ ഇങ്ങനെ ഒരു ലേക്കുള്ള കാര്യം ആരും പറഞ്ഞിട്ടില്ല. ഇത് ലേക്കാ, ഇവിടുത്തെ ഒരു ഇത് വെച്ചിട്ട് ഇത് ലേക്കാട്ടോ. ഇതേ മൊത്തം വെള്ളമൊക്കെ ഉണ്ട്. ഈ വെള്ളമാണ് താഴേക്ക് പോകുന്നത് കേട്ടോ. ഇതുണ്ടല്ലോ ഇവിടെ വെള്ളം അത്രയും കിട്ടി കിടക്കുന്ന കാണാം. ഈ മഞ്ഞുരുക്കും അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ മഞ്ഞുരുക്കി വരുന്ന വെള്ളമാണ്. ഇവിടെ ഇങ്ങനെ ഒരു മതിൽ കെട്ടിയിട്ടുണ്ട്, ഇതിനടിയിൽ കൂടെയാണ് വെള്ളം. ഡാം പോലെ തന്നെ, ഇവിടുത്തെ ഒരു ചെറിയ ഡാം ഫോറസ്റ്റിനുള്ളിലെ, ഇതിനടിയിൽ കൂടെ വെള്ളം താഴേക്ക് തന്നെ പോവുക. വീണ്ടും മഴ. നമ്മളിവിടെയും പോസ്റ്റ്. ബ്രോ എപ്പിടി ഇരിക്ക സ്ഥലം? ഇതാ പുതു ലേക്കായത്. ഇതൊക്കെ നെയിമില്ല, നമ്മ വേണം നെയിം ഇടാൻ. ഏതാവത് ഒരു മാക്ക് ലേക്കോ? ഓടാ
അതിലും സ്പോട്ട് കിട്ടും നമ്മൾ. പക്ഷെ ഇത് ഇറങ്ങി വന്നാൽ നേരെ വെള്ളത്തിലായിരിക്കും. ഇവിടാണ് കരടിയും പുലിയൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം. കാൽപ്പാട് കണ്ടോ ഇവിടൊക്കെ? അപ്പൊ ഇവിടെ ഒരു അരമണിക്കൂർ ഇരുന്നപ്പോ കാണാനാവ് പറഞ്ഞു. ആ ഇവിടെ ഇരുന്ന് കാണാം. ഇതെന്താ ഗാലറി അല്ലേ? പുലി വെള്ളം കുടിക്കുന്ന വരുന്ന കാണാന് കാണലേ ഉണ്ടാവുള്ളൂ. ഓ നല്ലപോലെ മഴ കൂടി പെട്ടെന്ന്. പിന്നെ ഇവിടെ അതേ ഗുഹയുണ്ട്, ഇതിനടിയിലും കയറിക്കാം. എവിടെ? ഓ തിരിച്ചിറങ്ങാൻ പറ്റട്ടെ അങ്ങോട്ട്. എന്നാൽ ഇങ്ങോട്ട് പോവാം. മഴ അടിപൊളിയായിട്ട് കൂടിയിട്ടോ. അതുണ്ടോ ഭയങ്കര സീനാ. അവിടെ ആ മുകളിൽ ഞാൻ പറഞ്ഞ ഒരു ഷെഡ് ഉണ്ട്, അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സീനില്ല. ഇതിപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം നനയും. അങ്ങനെ അതെ ഞങ്ങൾ ഈ പാറേൻ്റെ അടിയിൽ ഇതേ സാധനങ്ങൾ ഫുള്ള് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ആ സ്ലിപ്പിംഗ് ബാഗ് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാത്രിയിലേ ഉറങ്ങാൻ പറ്റത്തില്ല. ഇത് അടിയിലോട്ട് പൊത്തൊന്നുമില്ലല്ലോ, കരടിയൊന്നും ഇറങ്ങി വരത്തില്ലല്ലോ. നല്ല ഹെവി മഴയായിട്ടോ. നമുക്കൊരു 500 മീറ്ററോടെ മുന്നിലേക്ക് നടക്കാണ്ട്. ആ ഇവിടെ ഇരിക്കാൻ സ്പോട്ടുണ്ടോ? ഓ ഇവിടെ സ്ഥലമുണ്ടല്ലേ. ദേ അതുപോലെ തണുപ്പ് നല്ലപോലെ കൂടിയിട്ടോ. തണുപ്പ് താഴെ ഉണ്ടായിരുന്ന മണാലിലുണ്ടായിരുന്ന തണുപ്പൊന്നും അല്ല ഇപ്പോൾ ഇവിടെ. ചുറ്റിനും സ്നോയും ആണ്, പോരാത്തതിന് ഇതേ മഴയും. മേക്ക ഇങ്ങോട്ട് വാ. അപ്പോൾ ദേ ഓരോരുത്തർ ഓരോ സ്പോട്ടിലും മഴ നനയാണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതെ അവിടെ രണ്ടുപേർ ആ പാറേനടിയിരിക്കുന്നുണ്ട്. സാധനങ്ങളെല്ലാം ദേ അവിടെ വെച്ചിട്ടുണ്ട്. മേക്ക് ദേ ആ മരത്തിൻ്റെ ചുവട്ടിൽ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കാൻ മടിയാണെന്നും പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ദേ ഈ പാറേനടിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ ദേ ഈ ഇതിൻ്റെ അപ്പുറം ഒരു നീല ഷീറ്റ് കാണാം. അതാണ് നമ്മുടെ ഷെഡ്. അതായത് ഫോറസ്റ്റിൻ്റെ ഷെഡാണ്. പക്ഷെ അവിടെ ആരും താമസമൊന്നുമില്ല. ഈ ആടിനെ മേയ്ക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർ വന്നിട്ട് അവർ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ റൂമുണ്ട്. നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് റൂമിനകത്ത് കിടക്കാമെന്നാണ് പറഞ്ഞത്. ടെൻ്റ് അടിക്കാൻ മഴയാണെങ്കിൽ നമ്മൾ ടെൻ്റൊന്നും അടിക്കത്തില്ല, ആകെ നനയും. അപ്പോൾ അതിലും നല്ലത് അതിൻ്റെ ഉള്ളിൽ കയറി കിടന്നു കഴിഞ്ഞാൽ തണുപ്പ് നമുക്ക് പ്രശ്നമല്ല. എന്തായാലും അടിപൊളിയായി. മൊത്തം ദേ സ്നോ. നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റി. മണാലി വന്നിട്ട് നമുക്ക് സ്നോ കാണണ്ടേ. എന്തായാലും അടിപൊളി ട്രക്കിംഗ് കേട്ടോ. സംഭവം ഒരു രക്ഷയില്ല. നോക്കി നോക്കാം നമുക്ക്. മൊത്തം സ്നോ ആയതുകൊണ്ട്. ഇല്ലെങ്കിൽ ഈ ഒരു ഓഗസ്റ്റ് ടൈമിലൊക്കെ വന്നാൽ നല്ല പച്ചപ്പും നല്ല പൂക്കളും. മെയിനായിട്ട് ഇവിടെയാണ് നമ്മൾ അർക്കിതനൊക്കെ പോകുമ്പോൾ പറഞ്ഞ പോലെ മൊത്തം പൂക്കളായിട്ടുള്ളൊരു ഏരിയ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഏറ്റവും സേഫ് ഇവിടെ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത് തന്നെ. കാരണം മൃഗങ്ങൾ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മളിപ്പോൾ കയറിയപ്പോൾ നമ്മുടെ സ്റ്റാറ്റസൊക്കെ കണ്ടിട്ട് പലരും മെസ്സേജ് അയച്ചു. ഇവിടെ ട്രെക്ക് ചെയ്തവരുണ്ട് മുന്നേ. മൃഗങ്ങളുണ്ട്, സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. ഇവിടെ പുറത്ത് ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളോട് തീ ഇടണം മസ്റ്റാന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്ത സ്ഥലത്ത് നമ്മൾ തീ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു രാത്രിയിൽ. മെയിനായിട്ടുള്ള സംഭവം എന്താ പറയുക, വേറെ ആരും ഇല്ല ഇവിടെ. നമ്മൾ ഈ 4 പേര് മാത്രം. വഴി ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കയറി വരാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ മണാലി വരുന്നവർ മറക്കരുത് ലാമാഡൂക്ക്. അടിപൊളി ട്രക്കിങ്. ഇതിൻ്റെ മേലേക്ക് ഇനിയും പോകാൻ പറ്റും. ഞാൻ കാണിച്ചു തന്ന മലയാന്ന് തോന്നുന്നു. നമുക്ക് റാണിസൂയി ലേക്കിലേക്കൊക്കെ പോകാൻ പറ്റും. പക്ഷേ ഞങ്ങളങ്ങോട്ടൊന്നും പോകുന്നുണ്ടാവില്ല. കാരണം അത്രയ്ക്ക് ഫുഡ് നമ്മൾ ക്യാരി ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റൗവ് എന്തെങ്കിലും കൊണ്ടുവന്ന് നമുക്ക് കുക്കൊക്കെ ചെയ്ത് അങ്ങനെ പോകാൻ പറ്റും. ഫുഡാണ് മെയിൻ പ്രശ്നം. മഞ്ഞുള്ള സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ വെള്ളം എങ്ങനെയും ഒപ്പിക്കാം. പക്ഷേ ഫുഡ് ഇല്ലാണ്ട് പറ്റത്തില്ല. ഇപ്പോൾ തന്നെ നമ്മൾ കയ്യിലുള്ളതെല്ലാം സേവ് ചെയ്താണ് പോകുന്നത്. അങ്ങനെ 2 ദിവസത്തെ നമ്മുടെ 4 കിലോമീറ്റർ ട്രക്കിന് ശേഷം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ദേ അവിടെ കാണാം ഒരു ഷെഡ്. ഒരു അടിപൊളി സ്ഥലത്ത് ഒരു വാലിയിൽ ഒരു ചെറിയ 2 റൂമുണ്ട് കേട്ടോ. നൈസ്. ഇതാണ് അവർ പറഞ്ഞത് ഇവിടം വരെയാണ്. ഇതാണ് ലാമാഡൂക്ക് എന്ന് പറഞ്ഞ സ്ഥലം. ഇതിൻ്റെ മേലേക്കൊക്കെ ഉണ്ട്. വാലി കുറച്ചുകൂടെ പരന്ന സ്ഥലമൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. നമുക്ക് എന്തായാലും മഴയായതുകൊണ്ട് ഇപ്പോൾ എങ്ങോട്ടും പോകുന്നത് നടക്കൂല. അങ്ങോട്ടൊക്കെ നോക്കി മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് സ്നോ കേട്ടോ. നമുക്ക് പിന്നെ സ്നോ വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ അത് നോക്കാത്തത്. ഇത് കണ്ടില്ലേ, ഫുള്ള് പരന്ന സ്ഥലം. പക്ഷെ മൊത്തം ചെളിയാണ് ഇവിടെ, മൊത്തം ചെളിയാട്ടോ. ആ മുകളിൽ നിന്നൊക്കെ ഉള്ള മഞ്ഞുരുകി വരുന്ന വെള്ളം മൊത്തം ഇങ്ങോട്ടാണ് വരുന്നത്. ഇങ്ങനെ ട്രക്ക് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഇവിടെ വന്നിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ ചുറ്റുവട്ടത്തായിരിക്കും താമസവും. ഇവിടെ ക്യാമ്പ് ഫയർ ഇട്ടിട്ട് ഇവിടെ തന്നെ നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അങ്ങനെ നമ്മൾ ലാമാഡൂക്ക് എത്തി കേട്ടോ. മഴ ദേ വീണ്ടും കൂടി കേട്ടോ. നമ്മുടെ ദേ ഷെഡിൻ്റെ അവിടെ എത്തി. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വേണം കയറാൻ. ഓ ഇതിൻ്റെ ഉള്ളിൽ സെറ്റാ. ഇത് ഇവരുടെ മറ്റേ ബിൽഡിങ് കേട്ടോ. കല്ലും മണ്ണൊക്കെ വെച്ചുണ്ടാക്കിയേക്കുന്ന ബിൽഡിങ്ങാ. കണ്ടില്ലേ, 2 റൂമുണ്ട്. ഓ ഇതിൻ്റെ ഉള്ളിൽ ദേ, ഓ ഇവിടെ ആരൊക്കെ താമസമുണ്ട് കേട്ടോ. ഓ ഇതുണ്ടല്ലേ, തീയിടാനുള്ള വിറകും അതുപോലെ ഉപ്പ്, എണ്ണ, ഗ്ലാസ്, ചെരുപ്പൊക്കെ ഉണ്ട്. ഇതിന് മുകളിൽ ഇതേ കൊടയൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ആരോ താമസം ഉണ്ടെന്ന് തോന്നുന്നു. അതോ ഇങ്ങനെ വരുന്നവർ താമസിക്കുന്ന സ്ഥലമാണോ എന്ന് അറിയത്തില്ല. മുകളിൽ ഷീറ്റാ. പുറത്തോട്ട് കണ്ടില്ലേ, നല്ല മഴയായി. ഓടിവാ ഓടിവാ. സ്നോയോ? പൊളി പൊളി. സ്നോഫോള്. മഴ മാത്രമല്ല, കൂടെ സ്നോയും വീഴുന്നുണ്ട്.
ഇപ്പൊ എങ്ങനെയുണ്ടാ? വെറുതെ പറഞ്ഞോളൂ, മഴ പെയ്യുന്നുണ്ടല്ലോ അതിന്റെ ഒപ്പം സ്നോ. ആ ചെക്കൻ ആദ്യമായിട്ടാ സ്നോഫോൾ കാണാൻ പോകുന്നേ. മിക്കവാറും ഇവിടെ നമ്മള് ഭൂമിക്കുലുക്ക ഉണ്ടാക്കിങ്ങാണ്ടാ പോകുന്നത്. ഞാനില്ലേ പറയാണ്, അവിടെ ഇല്ല ഈ ആപ്പിളുകാരുണ്ടല്ലോ, ഈ സമയത്ത് ആപ്പിളിനൊക്കെ സ്നോ ചാടി കഴിഞ്ഞാല് ഇല മൊത്തം പോകും. ഇത് ഇവിടെ അല്ലേ വീഴുന്നുള്ളോ? വൻ നഷ്ടങ്ങളാണ് ഈ കാരണം. എത്ര നഷ്ടങ്ങളാണ്. പോടാ. അങ്ങനെ നമ്മൾ ഇവിടെ വീണ്ടും സ്നോഫോള്. നല്ല മഴയുണ്ട്, മഴേനെ ഇടയ്ക്ക് ആ സ്നോയും വീഴുന്നുണ്ട് കേട്ടോ. നിലത്തോട്ട് നോക്കിയാൽ വീഴുന്ന കാണാം. ക്യാമറയിൽ അത്ര ക്ലിയർ ഉണ്ടാവില്ല. ഷീറ്റയിൽ വീഴുന്ന ഒച്ചയൊക്കെ. അതുപോലെ സ്നോ ഇതേ വീണ്ടും അങ്ങോട്ട് തെറിക്കുന്നുണ്ട്. എടാ ഇവിടെ ആരോ താമസം ഉണ്ടോ? ഇവിടെ ചെരുപ്പൊക്കെ. പൊരിഞ്ഞ മഴ കേട്ടോ. മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെവി സ്നോഫോളൂടെ കിട്ടണം. നീ ഒന്ന് ഉള്ളിലേക്ക് കയറിക്കേ, ഞാൻ അങ്ങോട്ട് വരട്ടെ. ഞാൻ അങ്ങോട്ട് കയറി, ഞാൻ ആദ്യം വരട്ടെ. ബാഗ് വെക്കട്ടെ ഇവിടെ. ഇവിടെ കിടക്കാൻ പറ്റൂ, അപ്പുറത്ത് കിടക്കാൻ സ്ഥലമില്ല. ഇവിടെ വേണം നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി. വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല. ഭിത്തിയൊക്കെ കണ്ടില്ല, ഭിത്തിയിലൊക്കെ മണ്ണൊക്കെ തേച്ചിട്ടുണ്ട്, കല്ലൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതിനകത്ത് എന്തായാലും തണുപ്പ് കുറവുണ്ടാവും. പുറത്ത് എത്ര തണുപ്പായാലും എത്ര സ്നോഫോൾ ആയാലും നമുക്ക് തണുപ്പിൽ നിന്ന് രക്ഷ ഉണ്ടാവും എന്തായാലും. ഇനിയിപ്പോൾ ആരെങ്കിലും വരുമോ എന്ന് അറിയത്തില്ല. ഇവിടെ നിന്ന് ഇനി ആരെങ്കിലും താമസിച്ചുകൊണ്ട് വല്ല ആടിനെ മേയ്ക്കാനൊക്കെ പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പുറത്ത് സാധനങ്ങൾ, ഉപ്പ് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ വരണ്ട. നമുക്ക് വേണമെങ്കിൽ പാത്രം ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചായയൊക്കെ ഇടായിരുന്നു, സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കേട്ടോ. എന്തായാലും സെറ്റ്. ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉള്ളത് നല്ല കാര്യമാണ്. എന്താ ഒരു പാത്രം, അതാ പറഞ്ഞത്. ഉപ്പ്, എണ്ണയുണ്ട്, ഗ്ലാസ്. ഇവിടെ ആരോ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇതിനകത്ത് തീയിടും. 6 വിറകായാലും ഇപ്പം എന്താ, വൈകിട്ട് ആരെങ്കിലും വരുമോ? അന്ന് ഇവിടെ മൊത്തം സ്നോ ആയിരുന്നു അല്ലേ? അത് തന്നെ 4 ദിവസം ഇവനെ കൂട്ടാണ്ട് വന്ന ടീമില്ലേ, അവര് 4 ദിവസം മുന്നേ വന്നു. അവര് വന്ന ടൈമിൽ ഇവിടെ എല്ലാം സ്നോ ആയിരുന്നു എന്നാ പറഞ്ഞത്. അങ്ങനെ വന്നവരും നമ്മുടെ വിശാൽ അവരൊക്കെ പറഞ്ഞു തന്നെയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഷെഡ് ഉണ്ട്, ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞത്. പ്രശ്നമൊന്നുമില്ല, ആരെങ്കിലും വന്നാൽ തന്നെ പറഞ്ഞാൽ മതി. എന്തായാലും ഈ മഴയത്തും സ്നോ ഉള്ള ടൈമിൽ നമുക്ക് പുറത്ത് സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല. ട്രെക്കിങ് എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില്? ആദ്യത്തെ കയറ്റം കണ്ടപ്പോ ഒന്നും ഞെട്ടിയില്ലേ? പിന്നെ സിമ്പിൾ ആണ്. പക്ഷെ ആദ്യത്തെ ഭാഗം കേദാർകന്ദിന്റെ അത്ര എന്താണ് പിന്നെ പറഞ്ഞത്. ആദ്യം കേദാർകന്ദിന്റെ അത്ര ഉണ്ടെന്ന് തോന്നി. ആദ്യത്തെ ഈ മൊത്തം ഇന്ന് നമുക്ക് 3 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതിലൊരു 2 കിലോമീറ്ററോളം കയറ്റോ. 2 കിലോമീറ്റർ നല്ല കുത്തരമുള്ള കയറ്റമാണ്. അപ്പോൾ രണ്ടും ഒരു 2.5 കിലോമീറ്റർ മൊത്തത്തിൽ ഈ ട്രക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ഹെവി എന്ന് പറയാൻ ഒരു 2.5 കിലോമീറ്റർ ഉണ്ട്. 2.5 കിലോമീറ്റർ നല്ല കുത്തനെയുള്ള കയറ്റമാണ്. അത് കണ്ടാൽ കറക്റ്റ് നമ്മൾ കേദാർകന്ദ ട്രക്ക് ചെയ്ത പോലെ തന്നെ ഫീലാണ്. കാരണം സ്നോയോടെ ഉണ്ടെങ്കിൽ അതുപോലെ കഷ്ടപ്പെടും. ഞങ്ങളൊരു 50-100, നമുക്കൊരു ടൈമുണ്ട്. അതുകൊണ്ട് ഒരു 50-100 കിലോമീറ്റർ മീറ്റർ പോകുമ്പോൾ തന്നെ നമ്മൾ റെസ്റ്റ് എടുത്തിട്ടാണ് അങ്ങനെ കയറി വന്നത്. നമ്മളിത് ഈ കാണുന്ന ഈ ചെറിയൊരു കുന്നുണ്ട്, ആ കുന്നിൻ്റെ താഴെയാണ് നമ്മൾ ആ ലേക്ക് നമ്മളിരുന്ന സ്ഥലം. മഴ പെയ്തിട്ട് നമ്മൾ അവിടെ ആയിരുന്നു. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ വന്ന് ഈ ബിൽഡിങ്ങിനുള്ളിൽ ഇരിക്കായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയിൽ ഇവിടെ കൊണ്ട് സെറ്റ് ആവണം. വരുന്നവരൊക്കെ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാലും ഇവിടെ വിറക് ഇരിപ്പുണ്ട്, അതൊക്കെ ഒടിച്ച് പറിച്ചിട്ടിട്ട് തീയൊക്കെ കൂട്ടി നമ്മൾ ഇതിനകത്ത് ഇന്നൊരു ദിവസം നമ്മൾ ഇവിടെയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ മഞ്ഞ് വീഴോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ കേട്ടോ. അതൊക്കെ എന്താകുമെന്നൊന്നും ഒരു പിടിയില്ല, നോക്കി നോക്കാം. അതുപോലെ ഇവിടെ വരുന്നവരൊക്കെ ഒറ്റ ദിവസം കൊണ്ട് വരും. ശരിക്കും പറഞ്ഞാൽ ഇപ്പം സമയം 2:15 ഉള്ളൂ. നമ്മൾ ഏകദേശം അവിടെ ഒരു 10-15-20 മിനിറ്റോളം അവിടെ ഇരുന്നായിരുന്നു, ആ ലേക്കിൻ്റെ അവിടെ. മഴയായതുകൊണ്ട് നമ്മളൊരു 2 മണിക്ക് എങ്ങനെയായാലും ഇവിടെ എത്തും. 10 മണിക്ക് നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ 11-12 4 മണിക്കൂർ എടുത്തു നമുക്ക് ഇവിടെ വരാൻ. മാപ്പിൽ 2.5 മണിക്കൂറാണ് കാണിച്ചത്. പക്ഷേ ലാമാഡൂക്ക് എന്ന് പറഞ്ഞതിൻ്റെ മുകളിൽ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. നമുക്ക് പറ്റിയാൽ കാലാവസ്ഥ ക്ലിയർ ആണ്. ഇപ്പോൾ ഒന്നും വ്യൂ പോയിന്റിൽ പോയിട്ട് ഒരു കാര്യമില്ല, ഒന്നും കാണത്തുമില്ല. നാളെ രാവിലെ സമയത്ത് നമ്മൾ അവിടം വരെ കയറും. അവിടം വരെ ഒരു 400 മീറ്ററോടെ ഹൈറ്റേ ഉള്ളൂ. അവിടം വരെ കയറിയിട്ട് ആ വ്യൂ പോയിന്റ് കൂടെ കണ്ടിട്ട് തിരിച്ചു വരും. അത് നമുക്ക് സാധനമൊക്കെ ഇവിടെ വെച്ചിട്ട് പോയാൽ മതി. ഇരുന്ന് നിരങ്ങോ? അതിനിപ്പോ ഒന്നുമില്ലല്ലോ, അവിടെ പോവാ. മേലെ സ്ഥലമുണ്ടോ? എന്നാ നമുക്ക് നോക്കാം. ഇനി മേലേക്ക് കട്ട സ്നോയും ആണ്. എന്താ അവസ്ഥ നോക്കട്ടെ. ഇവിടെ ഇനി ആരേലും ഇതുണ്ടല്ലേ, ഇതിന്റെ മേലേക്ക് കുറച്ച് കയറിയിട്ട് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. ഇന്ന് രാത്രിയിലൂടെ സ്നോ വീണ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ഭാഗം ഫുള്ള് സ്നോ ആവും. അവന്മാരിപ്പോഴും അവിടെ ഇരിക്കുക. നിനക്ക് മതിയായ നിരക്ക് കിട്ടിയല്ലോ, പേരിനാണല്ലോ കുറച്ച് സ്നോ വീണല്ലോ. അല്ല, പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഇങ്ങനെ മഴയും ആ സ്നോവിന്റെ ആ സാധനം ഇവിടെ വീണിട്ടുണ്ടെങ്കിൽ എന്തായാലും മേളില് സ്നോഫാൾ ഉണ്ട്. എന്നാലും ഗൂഗിളിൽ പോലും ഇല്ല. ഞാൻ ഗൂഗിളിൽ ഫുള്ള് നോക്കിയായിരുന്നു. ഞാൻ റാണി സൂയി എന്ന് പറഞ്ഞ ലേക്ക് ഉണ്ട് അങ്ങ് മുകളിൽ. അവിടെ വരെ ടെമ്പറേച്ചർ ഞാൻ നോക്കി, അവിടെ സ്നോഫാൾ ഉണ്ടോ, എന്തായാലും സ്നോഫാൾ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കരുതി വരാലോ. പക്ഷെ എവിടെ സ്നോഫാൾ ഒന്നുമില്ല.
പക്ഷെ ഇവിടെ വന്നപ്പോൾ സംഭവം വീണു. നമ്മള് സ്നോയിലൂടെ ഉള്ള ട്രക്കിംഗ് ഉദ്ദേശിച്ചൊന്നും അല്ല ഇങ്ങോട്ട് വന്നത്. എടാ മറ്റോൻ അനന്തു നിന്റെ ഒപ്പം വന്നതേ കുറച്ച് സ്നോ കാണാൻ വേണ്ടിട്ടാ. എന്തായാലും നമുക്ക് നോക്കാട്ടോ. നാളത്തെ രാവിലത്തെ കാഴ്ചകളും അങ്ങോട്ട് വ്യൂ പോയിന്റ് പോകാൻ പറ്റിയാൽ അവിടുത്തെ കാഴ്ചയും അതുപോലെ തിരിച്ചിറങ്ങുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എന്തായാലും മഞ്ഞ് വീണാ പൊളിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.